ജോലിക്ക് പോകാൻ രാവിലെ മറന്നു പോയല്ലേ? ഇല്ല, അവൾ ഓർമ്മിച്ചു വിടും. പെണ്ണുമ്പോൾ ഓർമ്മിച്ചു വിടും. അപ്പൊ ജോലി സ്ഥലത്ത് തിരിച്ചു വരാൻ മറക്കുവോ? ഇല്ല, അത് കൂട്ടത്തിൽ പണി ഇതൊരു ഓർമ്മിപ്പിക്കും. അങ്ങനെയുണ്ട്. പിന്നല്ല, അല്ല, ഈ ബസ്സിലെ കയറി പോകുമ്പോ അത് പ്രശ്നമായി. ഞാനങ്ങ് ബസ്സിലൊന്നും കയറി പോകല. പിന്നെ ഞാനൊരു ബൈക്കിന് അങ്ങോട്ട് പോകും, ഒരു ഓട്ടോറിക്ഷയ്ക്ക് തിരിച്ചു വരും. അതെന്നാ ബൈക്കിന് അങ്ങോട്ട് പോയിട്ട് ഓട്ടോയ്ക്ക് തിരിച്ചു വരുന്നത്? ബൈക്ക് അവിടെ വെച്ച് മറക്കുമല്ലോ. അതാണ്. പക്ഷെ എന്തൊക്കെ മറന്നാലും ഒരു സാധനം ഞാൻ മറക്കുകയാണ്, ബൈക്കിന്റെ ചാവി. മനസ്സിലായോ? രാവിലെ ഒരുങ്ങുമ്പോ തന്നെ ഈ സാധനം എടുത്ത് പോക്കറ്റ് ഇട്ട് ഞാനിങ്ങനെ ഇറങ്ങും. മറവില്ല. ഇല്ല. എന്നിട്ട് ബൈക്ക് എവിടെ? അയ്യോ, ബൈക്ക് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. എന്ത് പരിപാടിയാണ് ഇത്? എന്തെല്ലാം അവസ്ഥയത്? ഒന്നും പറയണ്ടെന്നേ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഞാൻ ഇങ്ങോട്ട് വന്നില്ലേ, അന്നേരം ഞാൻ എന്ത് പറഞ്ഞോണ്ടായിരുന്നു വന്നത്? 10 മണിയുടെ ബസ്സിന് പോകണം. 10 മണിയുടെ ബസ്സിന് പോകണം. ബസ്സിന് പോകണം, ബസ്സിന് പോകണം, 10 മണിയുടെ ബസ്സിന് പോകണം, ബസ്സിന് പോകണം, ബസ്സിന് പോകണം, 10 മണിയുടെ ബസ്സിന് പോകണം, ബസ്സിന് പോകണം, ബസ്സിന് പോകണം. എന്തെല്ലാം അവസ്ഥ! ഒരു മനുഷ്യന്റെ അവസ്ഥ ഇങ്ങനെ മറവ് വരാവോ? ഭാഗം മറന്നു വെച്ചിട്ട് അങ്ങ് പോയി. ഇനിയിപ്പം വരുമെന്ന് തോന്നല്ല. 2 എണ്ണം അടിക്കാനുള്ള വകുപ്പ് ഈ ബാഗിൽ കാണും മിക്കവാറും. എന്തായാലും നോക്കാം. ഇതെന്നതാ? നല്ല വെയിറ്റ് ഉണ്ട്. പഞ്ചലോക വിഗ്രഹമാണെന്ന് തോന്നുന്നു. ഇത് വിറ്റ് കഴിഞ്ഞാൽ ഒരാഴ്ച അടിക്കാനുള്ള പൈസ ഇതിൽ നിന്ന് കിട്ടും. ഏതായാലും നമ്മുടെ കൂട്ടുകാരനൊരു സുകുമാരൻ ഉണ്ട്, അവനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൻ അറിയാൻ പറ്റിയ സംഭവം. ഹലോ ഹലോ, എടാ സുകുമാരാ. എന്തുടാ? എടാ, ഈ പഞ്ചലോക വിഗ്രഹത്തിന് ഇപ്പൊ എന്താ മാർക്കറ്റ്? നല്ല മാർക്കറ്റ് ഉണ്ട്. ആണോ? പിന്നെ എന്തായാലും ഏകദേശം 1 കോടി രൂപയൊക്കെ കിട്ടും. 1 കോടി രൂപയോ? പിന്നെ എടാ, ഈ വിഗ്രഹേ പഞ്ചലോകാണെന്ന് എങ്ങനെ ഒറിജിനൽ ആണോ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് വെയിറ്റ് ഉള്ളതാണെങ്കിൽ ഒറിജിനൽ ആയിരിക്കും. വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. നിന്റെ കയ്യിലുണ്ടാ? എന്റെ കയ്യിലില്ല. പിന്നെ നീ ആകുമ്പോ വെയിറ്റ് ഉണ്ടാകുമല്ലോ. ഓ, അങ്ങനെ. എന്റെ ഈ വിഗ്രഹം ഉണ്ടോ? നിനക്ക് ഡൗട്ട് ഉണ്ടോ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. എന്തിന് സംശയിക്കണ്ട? എന്റെ ഈ വിഗ്രഹം ഇല്ല. നിനക്ക് ഇപ്പൊ വല്ല ഡൗട്ടും ഉണ്ടോ? ഇല്ല. ഞാൻ ഡൗട്ട് വന്നതിന് മുമ്പ് കട്ട് ചെയ്തു. അല്ല, കുഴപ്പം. എടാ, അവൻ അതിൽ പിടിച്ച് കയറാൻ നോക്കി. എന്റെ ദൈവമേ, ഇന്ന് കണി കണ്ടവ തന്നെ നാളെയും കണി കാണണം. എടാ, നിനക്ക് എന്ത്? നിനക്കെന്ത്? സാറിനെന്ത്? നിനക്കെന്ത്? സാറിനെന്ത്? നിനക്കെന്തടാ? സാറിന് എന്ത്? നിനക്കെന്തടാ? സാറിന് എന്ത്? സാറ് നിനക്കെന്തടാ? സാറിന് എന്ത്? അത് ശരി, ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരുടെ മൂട് മാറ്റാൻ ശ്രമിക്കുന്നോടാ. അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയ എന്തോടാ? നിന്റെ മുഖത്ത് എന്തൊരു കളർ രസം ഉണ്ടോ? പൂച്ച മാന്തിയതാ. പൂച്ച മന്തയിൽ അങ്ങനെ കളക്ഷൻ വരൂടാ? മാന്തിയ പൂച്ച ഒരു കള്ളപ്പൂച്ചായിരുന്നു. അതല്ലല്ലോ. നീ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഫോൺ ചെയ്യുന്നോട്ടാ, എന്റെ വിഗ്രഹത്തിന്റെ കാര്യമോ ലക്ഷങ്ങളുടെ കാര്യമൊക്കെ? അത് സാറ് കേട്ടായിരുന്നു. കേൾക്കാതിരിക്കാൻ ഇത് കൊറക്കാപ്പുളി ഉണക്കി വെച്ചിരിക്കുകയല്ല, ഇത് ചെവിയായത്. എനിക്ക് കേൾക്കാം. എന്നാന്നറിയോ, ഈ പത്രത്തിലൊക്കെ വാർത്ത കണ്ടു, 75 ലക്ഷത്തിന്റെ പഞ്ചലോക വിഗ്രഹം പിടികൂടി പോലീസ്. അത് ഞങ്ങളുടെ പണിയാ, ഞങ്ങൾ ചെയ്തോളാം. നീ ബാക്കി പറ. ഈ വാർത്ത ശരിയാണോന്ന് അറിയാൻ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തു. അതല്ല, നിന്റെ കയ്യിൽ പഞ്ചലോക വിഗ്രഹം ഇല്ല. എന്റെ കയ്യിൽ എവിടെന്ന്? ഇല്ല. ഉറപ്പ്? ഇതെന്താടാ? അതിലാത്ത് ഇത് ആർക്കറിയാൻ മേലത്ത്? അത് അറിയാതെ നീട്ടി പിടിച്ചെന്നെ നിൽക്കുന്നത്. അതല്ല, ഇതിന്റെ അറ്റത്തെന്തോടാ? ഇത് ഞാൻ ചോദിക്കാനിരിക്കുന്നു. നിന്റെ അറ്റത്ത് എന്താ? ഇത് പിച്ചളയാണോ ഓടാണോ അതോ നീ വർണ്ണക്കള്ളാസ് ഒട്ടിച്ച് വെച്ചേക്കുമായിരുന്നു? ഒരറ്റ ഇടിയാൻ പറ്റും. എടാ, ഈ താഴെ ഇരിക്കുന്ന തോന്നുന്നു. അയ്യോ 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 അയ്യോ, ബാഗ്. അയ്യോ, ബാഗ് ഇയാള് കണ്ടതേ ഇല്ല, എനിക്കറിയത്തേ ഇല്ല. ഇത് നിന്റെ ആണോടാ? അല്ല. എടാ, ഇത് നിന്റെ ആണോ? 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 ആക്കാവുന്ന ആയാ? പറടാ, ഇതിനകത്ത് എന്തുവാ? അത് പറഞ്ഞാൽ സാറ് പേടിക്കും. അയ്യോ, നീ ആദ്യം പറ, എന്നിട്ട് ഞാൻ പേടിക്കണം വേണ്ടെന്ന് തീരുമാനിക്കാം. അതിനൊത്തിരി മുട്ടം പാമ്പാണ് സാർ. അയ്യോ, ഞാൻ പേടിച്ച്. കണ്ട, ഞാൻ അപ്പോഴേ പറഞ്ഞാ പേടിക്കും. പേടിക്കും ഞാൻ അപ്പോഴേ പറഞ്ഞാണോ? ഞാനൊരു കാര്യം പറയാം, ഇത്രയും വൃത്തിയുള്ള ബാഗിനകത്താണ് പാമ്പിനെ കൊണ്ടിരുന്നത്. അത് പാമ്പെന്ന് പറഞ്ഞാൽ അതിഥിയാണല്ലോ. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. ഓ, അത് ശരി. എന്നാ സാറേ, തുറക്കണല്ലേ? പരിശോധിക്കുന്നില്ലേ? പേടി 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 പേടിയൊന്നുമില്ല. എന്നാ ഞാനൊരു കാര്യം പറയാം, അത് പാമ്പല്ല. പിന്നെ പാമ്പല്ലേ? എനിക്ക് കഴിഞ്ഞ ദിവസം ഭയങ്കര വയറുവേദന. അപ്പൊ ഈ വയറാണ് പൊതി വെച്ചിരിക്കുന്നത്? ബാഗിനകത്ത് കൊള്ളൂ. അതില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിന്റെ മൂത്രം പരിശോധിച്ച് എന്റെ റിസൾട്ട് കൊണ്ടുതരാൻ പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പരിശോധിക്കാൻ കൊണ്ടുപോകണം. എന്റെ മൂത്രമാണ് ബാഗിനകത്ത്. ബാഗിനകത്താ? വിളച്ചില് വിട്, വിളച്ചില് വിട്. എന്തോടാ നിന്റെ മൂത്രത്തിന് ഒരു ടിങ് ടോങ് ശബ്ദം? എനിക്ക് മൂത്രത്തിൽ കല്ലാണ് സാറേ. എങ്കിൽ ഞാനൊരു നഗ്ന സത്യം സാറിനെ സിബ് തുറന്ന് കാണിക്കാം. ശരി, നഗ്നദൃശ്യം സിബ് തുറന്ന് കാണിച്ചാൽ മയങ്ങുന്ന പോലീസുകാരനാണെന്ന് ആര് പറഞ്ഞടാ? അയ്യോ, അതല്ല. ഇതിനകത്തുള്ള സത്യം ഈ ബാഗിന്റെ സിബ് തുറന്ന് കാണിക്കാന്നാ ഞാൻ പറഞ്ഞു. അയ്യോ, അതെ, നീ വ്യക്തമായിട്ട് പറയണം, ബാഗിന്റെ സിബ് എന്ന്. മൈ മിസ്റ്റേക്ക്. തുറക്കടാ. തുറക്ക്. തുറന്നു എടുക്കടാ. അത്
അത് ശരി. നീ മജിഷ്യ മുതുകാടാണോടാ? അതിനാ സാറേ? എടാ ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ മൂത്രം നീ വിഗ്രഹമാക്കി. അയ്യോ 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 വിഗ്രഹം. ഓ അറിയത്തില്ല. നീ കയറി ജീപ്പി കയറുമ്പോ. സാറിപ്പ എന്നെ അറസ്റ്റിന് വരുന്ന എല്ലാ കാര്യം വല്ല പ്രയോജനം ഉണ്ടോ? പ്രയോജനം ഉണ്ടോന്നോ? എടാ നിനക്കറിയാമോ, ഞാൻ 6 മാസം കൂടെ ഉള്ളു ഇനി റിട്ടയർ ആവാൻ. അപ്പൊ ഇതുപോലെ അധോലോക വിഗ്രഹ കള്ളനെ പിടിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് പത്രത്തിൽ പടം വരും, രാഷ്ട്രപതി നേരിട്ട് ഗോഡമണി തരും, എന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവലൂടെ വരും. സാറേ ഞാനൊരു കാര്യം പറ്റേ, ഇപ്പൊ സാറിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിനൊരു തൂവലേ കിട്ടുള്ളൂ. ഒന്ന് കണ്ണെടുത്താൽ വലിയ പ്രയോജനമുള്ള പരിപാടികളുണ്ട്. എന്ത് പ്രയോജനം? സാറേ ഞാനിപ്പോ അന്വേഷിച്ചപ്പോ ഇതിനൊരു 60 ലക്ഷം രൂപയെങ്കിലും കിട്ടും. 60 ലക്ഷം രൂപ? സാറിപ്പോ ഒന്ന് കണ്ണെടുത്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ മറിച്ചടിക്കുന്നു, 60 ലക്ഷം മേടിക്കുന്നു, 50-50 ആക്കുന്നു. സാറിന് 30, എനിക്ക് 30. നീ എന്താ വിചാരിച്ചത്? കാക്കിട്ടൊരു പോലീസുകാരൻ നിനക്ക് വിലക്കെടുക്കാന്നാ? നീ ഒരു വിഗ്രഹം ഒട്ടിച്ചുകൊണ്ട് വന്നിട്ട് അത് നീ 60 ലക്ഷം രൂപ വിറ്റിട്ട് 30 ലക്ഷം എനിക്ക്, 30 ലക്ഷം നിനക്ക്. അവന്റെ ഒരു 30 45 എനിക്ക് 15 നിനക്ക്. അങ്ങനെയാണെങ്കിൽ ഓക്കെ. അതെന്നാ പരിപാടിയാ? അതെന്നാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, കള്ളനെക്കാട്ടി മേളിലാണ് പോലീസ്. പിന്നെ ഈ അടുത്ത പരിപാടി എന്നാ? അടുത്ത പരിപാടി ഒന്നല്ലേ, ഇത് ആരും കാണാതെ എടുത്ത് ഇതിനകത്ത് പോയി. സാറേ ഒരു വിഷയം കേട്ടോ. എന്തോ? ഇതിനകത്ത് പൂവും ഇലയും കുങ്കുമവും ഇതിനകത്ത് ആണ്ടെ ഇതിലൊരു എഴുത്തുണ്ടല്ലോ. എന്തോ എഴുത്ത്? വായി കേട്ടെ. ആണ്ടെ ആണ്ടയോ? മുന്നറിയിപ്പ്. മഴ വരുവാടാ? ആണ്ടല്ല, ഈ വിഗ്രഹത്തെ കുറിച്ചുള്ളതാണ്. ഈ വിഗ്രഹത്തിൽ ഒരു ദുരാത്മാവിനെ ആവാഹിച്ചടക്കം ചെയ്തിട്ടുള്ളതാണ്. ഉടമസ്ഥനല്ലാതെ ആര് ഈ വിഗ്രഹം എടുക്കുന്നു ആ ആളുടെ ശരീരത്തിൽ വിഗ്രഹത്തിലെ ദുരാത്മാവ് കയറിക്കൂടുന്നതായിരിക്കും. ജാഗ്രത. ഈ ചുമ്മാരിയടാ, അങ്ങനൊന്നും ഇല്ല. പോ എഴുതി വെച്ചേക്കുന്നത് ശരിയായിരിക്കും. ഇല്ല, അങ്ങനൊന്നും ഇല്ല. ഉണ്ട്. അങ്ങനാണെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കും. സിംറ്റംസ് കാണിക്കുന്നുണ്ട് സാറിന്റെ മുഖത്ത്. സിംറ്റംസ് എന്റെ മുഖത്ത് ഒന്നുമില്ലല്ലോ. ഉണ്ട്. സാറിന്റെ മുഖത്ത് സിംറ്റംസ് വരുന്നുണ്ട്. ഇല്ല. ഈ സിംറ്റംസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ മെനക്കെട്ട ഒരു ആത്മാവാണ്. ഞാൻ പറയുന്നത് വീതം വെച്ചപ്പോ 45 സാറിനും എനിക്ക് 15 അല്ലേ ഉള്ളൂ. ദുർഭൂതം 45 രൂപ കൂടെ നിൽക്കുള്ളൂ. അല്ല, എനിക്ക് 15 ഉള്ളൂ. ഇല്ല അത് ശരി. അപ്പൊ ഒറ്റ വിളിച്ചാ വരാൻ അറിയാം നിനക്ക്. കൈ നീട്ടറാ. എന്തിന്? ഇതിന് 45 നിനക്ക് 15 എനിക്ക് തന്നില്ലേലും കുഴപ്പമില്ല. കള്ളനേക്കാൾ മുകളില പോലീസ്. അല്ല, കള്ളനാടാ വരുന്നത്. ഭയങ്കര ബുദ്ധിമാണ്. ഞങ്ങളെ കിട്ടി ചിറ്റിക്കുന്ന ആൾക്കാരല്ലേ. അയ്യോ എന്ത് എടാ, എടുത്ത് അകത്ത് വയ്യടാ. ഇതിനകത്ത് ഇരിക്കട്ടെ. അകത്ത് പോയി ബസ്സിന് പോണം 10 മണിയുടെ ബസ്സിന് പോണം. എന്തെടുക്കോ? നീ ഞാൻ കൂടെ തള്ളിക്കറി അങ്ങോട്ട് പോകണം. അല്ല, ഞാൻ ബാഗ് എടുക്കാൻ വന്ന. രണ്ടുപേരും ആ ബാഗ് തൊട്ട് എന്റെ ഉയരഞ്ഞ് ഇവിടെ നിൽക്കുകയാണ്. ഇനി നീയും കൂടെ ചെന്നതോട്. സാറ് അത് എന്റെ ബാഗായിരുന്നു. എടാ നിന്റെ ബാഗല്ല, അത് അവന്റെ ബാഗ്. അവന്റെ ബാഗ്. എന്റെ ബാഗ്. അവന്റെ ബാഗ്. അവന്റെ ബാഗ്. എന്റെ ബാഗ്. അവന്റെ ബാഗ്. ആരെങ്കിലും ഒന്ന് പറയണ ആരുടെ ബാഗാണ്? എന്റെ ബാഗാണിത് സാറ്. ഞാൻ ഇവിടെ മറന്നു വെച്ചിട്ട് പോയതാന്ന്. അത് ശരി. അപ്പൊ നീയാണ് ഇത് ഇവിടെ കൊണ്ടുവച്ചല്ലേ? ആരെങ്കിലും ഇതുപോലെ വിഗ്രഹങ്ങൾ വഴി കൊണ്ടിട്ടിട്ട് പോടാ. എന്റെ പൊന്നു സാറേ, സാറപ്പ അത് തുറന്ന് അതിനകത്ത് കത്ത് വായിച്ച് സാഹചര്യം കിട്ട സമ്മർദ്ദം പോലും തുറക്കേണ്ടി വന്നു. എന്താ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് മറവിയുള്ളായിരുന്നു. ഇത് ഞാൻ എവിടെയെങ്കിലും വെച്ച് മറന്നു പോകുന്ന എനിക്ക് ഉറപ്പായിരുന്നു. അത് ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭൂതത്തിന്റെയും പ്രേതത്തിന്റെയും കാര്യം പറഞ്ഞൊരു ലെറ്റർ എഴുതിയത്. അത് ശരി. അപ്പൊ നീ ഇത് ഏത് അമ്പലത്തിൽ നിന്ന് എടുത്തു, എവിടെ കൊണ്ട് വിൽക്കാൻ പോകുന്നത് അത് പറഞ്ഞാൽ? ഞാനിത് അമ്പലത്തിൽ നിർത്തല്ല, അമ്പലത്തിൽ കൊണ്ട് സമർപ്പിക്കാൻ പോവുകയാണ്. എവിടെ? എനിക്കൊരു പ്രശ്നമുണ്ടല്ലോ. അതെല്ലാവർക്കും ഉണ്ടല്ലോ. മറ്റേ ഇത് ഏത്? അല്ല ഇത് അതും മറന്നോ? മറവി. ആ മറവി മാറാനായിട്ടുള്ള ഒരു വഴിപാടാണ്. ഇത് സമർപ്പിക്കാൻ പോവാ. അത് ശരി. എടുത്തോട്ടെ സാറേ. എടുത്ത് പെട്ടെന്ന് എടുത്തോണ്ട് പോ. ബസ്സിന് പോണം. 10 മണിയുടെ ബസ്സൊക്കെ പോയി. ഇപ്പ ആണോ? പോട്ടെ, കുഴപ്പമില്ല. വേറൊരു വഴിയുണ്ട്. ഓട്ടോ വിളിച്ചു പോകും. ബസ്സിന് പോണം 11 മണിയുടെ ബസ്സിന് പോണം. 11 മണിയുടെ ബസ്സിന്. 11 മണിയുടെ ബസ്സിനും പോകും. അവൻ 11 മണിയുടെ ബസ്സിനോ 12 മണിയുടെ ബസ്സിനോ പോട്ടെ. മക്കള് വന്ന് ജീപ്പിൽ കയറും. എന്തിന്? കേസില്ലല്ലോ. ഉടമസ്ഥൻ ഭാഗമായിട്ട് പോയി. പിന്നെ എന്താ പ്രശ്നം? എടാ, ഈ കേസിനല്ലേ നിന്നെ പിടിക്കാൻ വന്നത്? ഈ മണിയുടെ പാലത്തിന് താഴ്ന്ന ഒരു പെണ്ണിന്റെ മാലയും പൊടിച്ചോണ്ട് പോയായിരുന്നാ? അതാണ് നിന്റെ പേരുള്ള കേസ്. ഈ കള്ളത്തിലൊക്കെ സാറിനോട് ഇത് ആര് പറഞ്ഞു? എടാ, ആരും പറയേണ്ട കാര്യമില്ല. CC ക്യാമറയിൽ നിന്റെ രൂപം വ്യക്തമാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട എന്നെയല്ല, ആ സുരേഷിനെയാണ്. എടാ, അതിനെന്തിനാണ് നീ മാല പൊട്ടിച്ചാൽ സുരേഷിനെ പോയി ഞാൻ അറസ്റ്റ് ചെയ്യുന്നത്? ആ നാറിയാ സാറാ പറഞ്ഞ് അവിടെ CCTV ക്യാമറ ഇല്ലെന്ന്.